അങ്ങനെ ഇന്ന് രാവിലെ തന്നെ ചെറിയൊരു പരിപാടി ഒന്ന് കല്യാണം കഴിച്ചേക്കാൻ നേരത്തെ ചെറിയൊരു രജിസ്റ്റർ മാരേജ് അല്ല കൂട്ടു. ഞാൻ കുറച്ചു നേരം കുട്ടിയോട് കഥയൊക്കെ പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ട, നിന്നല്ല നിന്നല്ലേ കേട്ടാ പോണത്. നമുക്ക് എന്തായാലും റെഡിയാവാം. ഹലോ പൊടി. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി, ന്യൂ ഷർട്ട്, ന്യൂ മുണ്ട്, ഇനി ഒന്ന് മുടിയൊക്കെ തീരണം, സെറ്റാവണം. നേരെ രജിസ്റ്റർ ഓഫീസ്. കൂടെ ഫാമിലി ഉണ്ടാവും, ഡാഡി മമ്മി, ബ്രദറിൻ്റെ വൈഫ്, പിന്നെ ഞങ്ങളുടെ നിനമോള്, ആരാണ് അങ്ങനെ ഞാൻ നിനമോള് റെഡിയായി. നമ്മടെ പോണേ താത്ത പോണ താത്ത പോണോ? എന്ത് പരിപാടിയാണ് ചേട്ടൻ? എന്ത് പരിപാടിയാണ്? പരിപാടി അപ്പൊ ഞാൻ നമ്മൾ റെഡിയായി, കാർ റെഡി ആയിട്ടുണ്ട്, ബാക്കിയുള്ള റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മീഡിയമ്മ എന്ത് ഉടുപ്പ് മാറും. ഇനി നമ്മൾക്ക് രാവിലെ തന്നെ ചെറിയ പനിയൊക്കെ അടിച്ചിരിക്കുന്നതാണ്. കുഴപ്പമൊന്നുമില്ല. മീഡിയമ്മനെ കൊണ്ടുപോകണ്ട. എന്തിനാ മീഡിയമ്മ? മീഡിയമ്മനോട് നമുക്ക് കൂട്ടിടാം. അങ്ങനെല്ലാം റെഡിയായി. എന്താവും അമ്മേനെ കൊണ്ടോളാം. അമ്മ അവിടെ കൊണ്ടൊക്കെ പോയി. ഭയങ്കര പോസ്റ്ററാണ്. കല്യാണ പെണ്ണ് ഇതുവരെ എത്തിയിട്ടില്ല. കല്യാണ പെണ്ണ് മേക്കപ്പിലാണ്. കല്യാണ പെണ്ണിന്റെ കല്യാണ പെണ്ണ് മേക്കപ്പ് കഴിഞ്ഞ് എത്തിയിട്ടില്ല. ഞങ്ങളോട് ഭയങ്കര പോസ്റ്റാണ് കാശ്. അങ്ങനെ രജിസ്റ്റർ ഓഫീസിൽ കുറെ ഫോർമാലിറ്റീസ്, എഴുത്തോടെ എഴുത്ത്. ഇപ്പോൾ ഒരു 3-4 ഫോമായി ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ടാമത് ഇവിടെ എൻ്റെ എഴുത്. എല്ലാവരും എത്തിയുണ്ട് ഗായ്സ്. നിന്റെ വീഡിയോ എടുത്ത് തുടങ്ങിയതല്ലടാ. വീഡിയോ എല്ലാവരും എടുത്തിട്ടുണ്ട്, നിന്റെ വീഡിയോ എടുത്തന്നേ ഉള്ളൂ. നിന്റെ മാത്രം എടുത്തിട്ടുണ്ടായില്ല. ഇത് പബ്ലിഷ് ചെയ്യൂല. ഉറങ്ങനാണ് ഇയാള്. ഹലോ ഗായ്സ്, ഗായ്സ് ഞാൻ 3 ഇടയ്ക്ക് ഇൻവിസിബിൾ ആയി പോകും. ഇതേപോലെ പക്ഷേ സണ്ണിങ്ങനെ കത്ത് നിൽക്കും. ഇടയ്ക്ക് ഇതേപോലെ മാഞ്ഞോളെ ഇന്ന് തന്നെ മാഞ്ഞു. സാക്ഷികൾ ഒപ്പിടൽ ചടങ്ങാൻ
അതായത് ചെറിയ കോംപ്ലിക്കേഷൻ ആലോചിക്കുമല്ലോ. വിശന്നാൽ നിങ്ങൾ നിങ്ങളുള്ളതാണ്. ഒരു സ്നിക്കേഴ്സ് മേടിച്ചു തന്നെ കാര്യം കഴിഞ്ഞു. ഇപ്പൊ വിശക്കണുണ്ട്, അതാണ് ചിന്തിക്കുമെന്നൊക്കെ പറഞ്ഞത്. ബിരിയാണി കഴിഞ്ഞിട്ടുള്ളുണ്ട്. വിശക്കുന്നത് എന്താ വേണ്ടത്? ബിരിയാണി ആരതി മുരളി എന്ന താങ്കളെ എന്റെ നിയമാനുസൃത ഭാര്യയായി സ്വീകരിച്ചു. ആരതി മുരളി എന്നല്ല നിയമാനുസൃത ഭർത്താവായി. ഫോട്ടോ ആണോ വീഡിയോ ആണോ? ഹൈപ്പറക്കോടാവുണ്ട്. താങ്ക് യു പറഞ്ഞ ഫൈനലി അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിച്ചിരിക്കുകയാണ് ഗൈസ്. ചേട്ടാ അടിക്കോ? അടിക്കാൻ പ്രാർത്ഥിക്കാം. എത്ര അടിക്കും? എനിക്ക് എന്താണേലും 35 ഉറപ്പാണ്. ലോട്ടറി എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. 2 അടി ഉറപ്പാണ്. എത്രണ്ണം? 2 എണ്ണം. ആരതി അങ്ങനെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട്? സുന്ദരിയായിട്ടുണ്ട്. ടെൻഷൻ ഉണ്ടായിരുന്നോ? നല്ല പോലെ. ഹലോ. അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു ഗൈസ്. യെസ് യെസ്. പ്രതിജ്ഞയൊക്കെ ചൊല്ലി. അതെ, പ്രതിജ്ഞയുണ്ടായിരുന്നു. നിയമാനുസൃതമായി കെവിൻസൺ കെയൻ എന്ന താങ്കളെ ഭർത്താവായി ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ ഇന്ന്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് ശ്രീകൃഷ്ണ ഇൻ വെജിറ്റേറിയൻ ഹോട്ടൽ. ഇന്ന് വെജിറ്റേറിയൻ ആക്കാന്ന് വിചാരിച്ചു. എന്താണ് രാവിലെ ഞാൻ പറയണം എനിക്ക് വിശക്കണം ഭക്ഷണം മേടിച്ചിട്ട് അതിനേലും കൗണ്ട് വന്നേക്കണത്. ഭക്ഷണം ഇനി എന്ത് കൊട്ടയിൽ തരും ഞാൻ ഭക്ഷണം. കമോൺ. അങ്ങനെ ഞങ്ങൾ ശ്രീകൃഷ്ണ ഇന്നിൽ നിന്ന് ഇറങ്ങി. LPG പ്രശ്നം, അവിടെയും ഫുഡ് നമ്മൾ വിചാരിച്ച ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നേരെ അവിടെ നിന്ന് ഗോകുൽ ഊട്ടുപുരിയിലേക്ക് എത്തി. അങ്ങനെ ഗോകുൽ ഊട്ടുപുരയിൽ കുറച്ചു നേരം ഇവിടെ ഇരുത്തി, കുറച്ചു നേരം അവിടെ ഇരുന്നു. ഞങ്ങൾക്ക് സ്പെഷ്യൽ ടേബിൾ. മാഡോണെങ്കിൽ ഇവിടെ പറഞ്ഞ ഫോട്ടോ എടുത്ത് കളി. ഫോട്ടോ എടുക്കാൻ വേണ്ടി പാവൻ ജീപ്പിന ലീവ് എടുത്തുകൊണ്ട് നിർത്തിയേക്കണേ. ഇപ്പുറത്ത് കലക്കൻ കുറെ ചെടികൾ, എനിക്കിത് ഇഷ്ടപ്പെട്ടത്. കുറെ ഉടുക്ക് കെട്ടി വെച്ചിരുന്നത് പൊളിയാടുകൾ. പിന്നെ ഒരു ഗണപതി
എടുത്തോണ്ടല്ലേ കൈ കഴുകണെന്ന് വെച്ച്. ഭാര്യ ആയതിനു ശേഷം സോപ്പിടൽ ചടങ്ങ് തുടങ്ങിയിട്ടുണ്ട്. കുട്ടിക്കൊരു നിർബന്ധം. കുട്ടി പറഞ്ഞത് വെജ് ബിരിയാണിയാണ്, ഞാൻ പറഞ്ഞത് മീൽസിന് മാത്രമേ ഇല കൊടുക്കുള്ളൂ. ആ കുട്ടിക്കൊരു നിർബന്ധം ഇലയെ തന്നെ കഴിക്കണം. സ്പെഷ്യൽ ഡേ സ്പെഷ്യലായിട്ട് കഴിക്കണ്ടേ. അവസാനം അവരുടെ അടുത്ത് കരഞ്ഞ് കാല് പിടിച്ച് ഇല വരുത്തി. മാഡത്തിനാണെങ്കിൽ ഒടുക്കത്തെ വിശപ്പ്, എനിക്കാണെങ്കിൽ ഫുഡ് വന്നിട്ടില്ല. കൈ തുടങ്ങാനും പറ്റില്ലല്ലോ ഈശ്വരാന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കണേ. അതിന് നൈസായിട്ട് ചോറ് വയ്യ മറിച്ചിടുന്നുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോ നല്ല സ്മെല്ല്. നല്ല മണം. നിങ്ങള് മീൽസ് കഴിക്ക്. ഞാൻ മീൽസ് കഴിച്ചോളാം. നല്ല മണം ഉണ്ടോ? ജിലേബി പറഞ്ഞിട്ടില്ലേ? പിന്നെ ചേട്ടാ പെട്ടെന്നൊരു ജിലേബി പെട്ടെന്ന് കൊടുക്കട്ടെ, അല്ലെ കടിക്കും പിടിച്ച്. കഴിച്ചോ, വെയിറ്റ് ചെയ്യണ്ട. ആ കഴിച്ചോ, എന്നെ വന്നതേ ഫുഡ്. അതിവിടെ വെച്ചോ, ഇവിടെ വെച്ചോ. തരൂല. കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. എങ്ങനുണ്ട്? ജിലേബി കഴിക്കണല്ലേ? ജിലേബി വന്നിട്ട് ആദ്യം തന്നെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ ഫുഡ് എത്തി. ഫുഡ് കഴിക്കാൻ നോക്കുന്നു. ഞാൻ മീൽസ്, മാഡം വെജ് ബിരിയാണി. യെസ്, അങ്ങനെ ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് അമ്മടുത്ത് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നേരെ എൻ്റെ വീട്ടിലേക്ക് പാറുക്കുട്ടിയെ കൊണ്ടുവന്നിരിക്കുകയാണ്. പാറുക്കുട്ടിയെ, പാറുക്കുട്ടിക്ക് നാണം വരുന്നു. പാറുക്കുട്ടി എന്ന് വിളിച്ചോക്കെ നാണം. എവിടെ മുഖുന്നുണ്ട് കാണട്ട്. ഒന്ന് കാണട്ട്. സൺമൂൺ, കയ്യിലെ സൺമൂൺ. ഇത് ഞാൻ, ഇതവള്. പിന്നെ സൂപ്പറായിട്ടുണ്ട്. ഭയങ്കര സിമ്പിൾ ആയിട്ട്, പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് ഹെൽത്തി. ഓക്കെ. അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഭയങ്കര എക്സോസ്റ്റഡ് ആണ്. പിന്നെ എത്ര മണിക്കൂർ എടുത്തു അവിടെ നമ്മ? ഒരു 2 മണിക്കൂറിൽ എടുത്തു. 2-2.5 മണിക്കൂർ. 2.5 മണിക്കൂറോളം എടുത്ത് രജിസ്റ്റർ മാരേജിന്റെ ചടങ്ങുകളൊക്കെ കഴിയാനായിട്ട്. അയ്യോ, അങ്ങനെ ഞങ്ങളുടെ പുതിയ ജീവിതം ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. അപ്പോ അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, ഓം നമഃ ശിവായ.